ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അയണൈസേഷൻ എൻതാൽപ്പിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. ഏതൊക്കെ ഫാക്ടറാണെന്ന് അറിയാമല്ലോ. അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ്, സെക്കൻഡ് വൺ ന്യൂക്ലിയർ ചാർജ്, തേർഡ് വൺ ഏതാ സ്ക്രീനിങ് എഫക്റ്റ്, ആൻഡ് ഫോർത്ത് വൺ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ആ സ്റ്റേബിൾ കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പയർ ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അയണൈസേഷൻ എൻതാൽപ്പി നൈട്രജന്റെയും ഓക്സിജന്റെയും കമ്പയർ ചെയ്യുക. വിച്ച് വൺ ഈസ് ഹൈ? ഇതിൽ ഏതാണ് ഹൈ ആയിട്ടുള്ളത്, എന്തുകൊണ്ട്? അപ്പം നൈട്രജന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൈട്രജന്റെയും ഓക്സിജന്റെയും അയണൈസേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്, അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പൊ നൈട്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ കോൺഫിഗറേഷൻ എഴുതുന്നത്: 1s2 2s2 2p3 ആണ്. ഓക്കെ, അപ്പൊ എസിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p എത്ര ഇലക്ട്രോൺ? 3 ഇലക്ട്രോൺ. അതെങ്ങനെയാണ് നമ്മൾ ഫിൽ ചെയ്തത്? സിംഗിൾ ആയിട്ട് ഫിൽ ചെയ്തു. ഓക്കെ, അടുത്ത ഓക്സിജൻ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ പറയാം? 1s2 2s2 2p4. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി അതിന്റെ കോൺഫിഗറേഷൻ? 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പി എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ മാക്സിമം കപ്പാസിറ്റി 6 ഇലക്ട്രോൺ ആണ്. ഓക്കെ, അവിടെ 6 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു എന്നാണ്. അത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. പക്ഷേ ഇവിടെ 3 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ അത് എന്താകും? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. എന്താവും? ഇപ്പൊ 6 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിൾ ആയി കഴിഞ്ഞു. പക്ഷെ അവിടെ 3 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അതെന്താകും? സ്റ്റേബിൾ ആകും. അപ്പൊ നിങ്ങൾ നോക്കിയേ, നൈട്രജനിൽ പി ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായി? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ അല്ലേ, ഇത് സ്റ്റേബിൾ ആയി. പക്ഷെ ഓക്സിജൻ നോക്കുകയാണെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇത് സ്റ്റേബിൾ ആണ്? അല്ല. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതിന്റെ കാരണം എന്താ? ദിസ് ഈസ് ബിക്കോസ് നൈട്രജൻ ഗോട്ട് ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. നൈട്രജൻ എന്ത് നേടി? നമുക്ക് ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ നേടിക്കഴിഞ്ഞു. സംശയമുണ്ടോ? അപ്പൊ പിയിൽ എത്ര ഇലക്ട്രോൺ ആണ്? പിയിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺ ആണ്. 6 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കോൺഫിഗറേഷൻ ആയി. അപ്പൊ അവിടെ 3 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ എന്താണ്? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയി. അപ്പൊ പി എന്താണ്? നൈട്രജനിലാണെങ്കിൽ ഇവിടെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. പക്ഷെ ഓക്സിജനിലാണെങ്കിൽ എന്താണ്? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയ. അപ്പൊ എന്തായിരിക്കും? ഏതായിരിക്കും സ്റ്റേബിൾ ആയിട്ടുള്ളത്? നൈട്രജൻ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക: കമ്പയർ ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് വൺ ഈസ് ഹൈ. നൈട്രജനെയും ഓക്സിജനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് ഏത്, അത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൈട്രജൻ എഴുതുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p3 നമ്മളിവിടെ ഫില്ല് ചെയ്തു. ഓക്സിജൻ അറ്റോമിക നമ്പർ 8 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. അവിടെ പിയിൽ എത്ര ഇലക്ട്രോൺ ആയി കഴിഞ്ഞു? 4 ഇലക്ട്രോൺ ആയി കഴിഞ്ഞു. ഓക്കെ, സംശയമില്ലല്ലോ. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് അല്ലെങ്കിൽ നൈട്രജൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് നൈട്രജൻ ഗോട്ട് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മൾ 4 ഫാക്ടറുമായി ബന്ധപ്പെടുത്തിയുള്ള ലാസ്റ്റ് ഫാക്ടറിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാല് വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി അലോങ് എ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിലും പീരീഡിലും എന്തെല്ലാം വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിലും പീരീഡിലും എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഗ്രൂപ്പിൽ നോക്കാം. അലോങ് എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഗ്രൂപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. കാരണം ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൈസ് കൂടുകയാണ്. അപ്പം ഗ്രൂപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. അതിന് കാരണം എന്താണ്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൈസ് കൂടുന്നത് കൊണ്ടാണ് ഗ്രൂപ്പിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പ് നോക്കി, അടുത്ത് നമുക്ക് എന്ത് നോക്കാം? അലോങ് എ പീരീഡ്.
പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്, അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു, കൂടുന്നു. കാരണം എന്താ, ഡിക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടാണ് എന്താണ് പീരീഡിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഗ്രൂപ്പിലും പീരീഡിലും. ഗ്രൂപ്പിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. കാരണം എന്താണ്, ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റം, ആറ്റത്തിന്റെ സൈസ് കൂടുന്നത് കൊണ്ടാണ് ഗ്രൂപ്പിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നത്. ഇനി പീരീഡിൽ നോക്കുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ഓക്കെ. തേർഡ് പോയിന്റ് പറയുന്നത് എലോങ് എ പീരീഡ്, പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഗോസ് ടു നോബിൾ ഗ്യാസസ്. പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് ആരാണ് കാണിക്കുന്നത്, നോബിൾ ഗ്യാസസ് ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു സ്റ്റേബിൾ ഓക്സിഡേഷൻ, അതിന് എന്തുണ്ട്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ ഉണ്ട്. നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ്, ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഇതിനെല്ലാം സ്റ്റേബിൾ ഓക്സിഡേഷൻ ഉള്ളത് കൊണ്ടാണ് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി പീരീഡിൽ ആര് കാണിക്കുന്നത്, നോബിൾ ഗ്യാസസ് കാണിക്കുന്നത്. അപ്പൊ 3 പോയിന്റുകളാണ് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത് ഗ്രൂപ്പില് പീരീഡില്. അപ്പൊ ശ്രദ്ധിക്കണം, ഗ്രൂപ്പില് അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. കാരണം എന്താ, ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റം. പീരീഡിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. കാരണം എന്താ, ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ഓക്കെ. ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് പീരീഡിൽ ആരാ, നോബിൾ ഗ്യാസസ് ആണ്. അതിന് കാരണം എന്താ, അതിന് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, എലമെന്റ്സ് വിത്ത് ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. നമ്മളെ പീരിയോഡിക് ടേബിളിൽ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ആണ് ഫ്രാൻസിയം. അതുപോലെ തന്നെ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ആണ് ഹീലിയം. 2 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ഫ്രാൻസിയം ആണ്. ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് ഫ്രാൻസിയവും ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് എന്താണ്, ഹീലിയവുമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അപ്പൊ 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. 4ാമത്തെ ഫാക്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറയുന്നത്, എന്താണ്, നമ്മൾ നൈട്രജനെയും ഓക്സിജനെയും കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത് ആര്, എന്തുകൊണ്ട്. അപ്പൊ ഏതൊക്കെയാണ്, നൈട്രജൻ നമ്മൾ പറയുമ്പോൾ നൈട്രജന്റെ അറ്റോമിക നമ്പർ 7 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p3 ആണ്. നമ്മൾ എസിൽ 2 ഇലക്ട്രോൺ, 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, പിയിൽ എത്ര ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്തു. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ പറയുമ്പോൾ 1s2 2s2 2p4 ആണ്. 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, പിയിൽ 4 ഇലക്ട്രോൺ ആണ്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, പി എന്ന് പറയുന്ന ഓർബിറ്റലിലെ മാക്സിമം കപ്പാസിറ്റി 6 ഇലക്ട്രോൺ ആണ്. 6 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞു. പക്ഷെ ഇവിടെ 3 ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആകുമ്പോൾ ഇതിൽ ആരാണ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നേടിയത്, നൈട്രജൻ ആണ്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആരാണ്, ഓക്സിജനെക്കാളിലും സ്റ്റേബിൾ ആയിട്ടുള്ള ആരാണ്, നൈട്രജൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ നോക്കുക, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് higher than that of oxygen. This is due to the nitrogen has got half filled, എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല, ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഓക്കെ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണം. ഇനി നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതിലൊക്കെയാണ്, ഗ്രൂപ്പിലും പീരീഡിലുമുള്ള വേരിയേഷൻസ് നോക്കുക. ഗ്രൂപ്പിലാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. കാരണം എന്താ, ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റം. പീരീഡിലാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. എന്താണ്, ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്, അല്ലേ. അതുപോലെ തന്നെ പീരീഡ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി പീരീഡിൽ കാണിക്കുന്നത് എന്താണ്, നോബിൾ ഗ്യാസസ് ആണ്. അതിന് കാരണം അതിന് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ 2 1 വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, എന്താണ്, ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, വിട്ടുകളയിൽ. ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ഫ്രാൻസിയവും ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്ന എലമെന്റ് ഹീലിയവുമാണ്. ഓക്കെ. സംശയമില്ലല്ലോ. ഇത്രയും കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കുക. നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.